നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം. മലയാളികൾക്കെല്ലാം അഭിമാനമായിട്ടുള്ള ശ്രീഷ രവീന്ദ്രൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. കഴിഞ്ഞ കുറേ കാലമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മലയാളിക്ക് അഭിമാനമായി ശ്രീഷ രവീന്ദ്രൻ കഴിഞ്ഞ മെയ് 20 എവറസ്റ്റ് കീഴടക്കി. ഇപ്പോൾ വയനാട്ടിൽ അവിചാരിതമായി വന്നു. ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ ചീങ്ങേരി മലയും കീഴടക്കി അല്ലേ? ചീങ്ങേരി മല ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇവിടുത്തെ സാധാരണക്കാരായ സാഹസികരെല്ലാം കയറുന്നതാണ്. അപ്പം അതിനോടൊപ്പം കുറേ പേര് കണ്ടു. അവരൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. അപ്പം നമ്മുടെ എവറസ്റ്റിൽ നിന്ന് ചീങ്ങേരി മലയിലേക്ക് വന്നപ്പോൾ എന്താ തോന്നിയേ? അത് എല്ലാ മലകളും ഏത് മല കയറുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ എവറസ്റ്റ് മാതിരി ആയിരിക്കില്ല. ഓരോ മലയ്ക്കും ഓരോ പീക്സിനും അതിൻ്റേതായ ഒരു ചാലഞ്ച് ഉണ്ട്. അപ്പോൾ എവറസ്റ്റ് കയറിയതുകൊണ്ട് ചിങ്കേരി ഈസി ആയിരിക്കും, പെട്ടെന്ന് ഓടിക്കയറാം, അങ്ങനത്തെ ഇതായിരുന്നില്ല. കാരണം ചിങ്കേരി മല കയറിയിട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു ഫുൾ കല്ലാണല്ലോ, പിന്നെ മഴയുണ്ട്, പിന്നെ ഞാനിട്ടിരുന്നത് സാധാരണ ഒരു സ്ലിപ്പർ മാതിരി ഒന്നാണ്. അപ്പോൾ താഴെ ഇറങ്ങുമ്പോൾ നല്ല സ്ലിപ്പറിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ടെറൈൻ കാണുമ്പോൾ കാൽക്കുലേഷനാണ്, താഴെ നിന്ന് വീണ് കഴിഞ്ഞാൽ എന്താവും, എത്ര അടി വരെ വീഴാം, അങ്ങനത്തെ ഒക്കെ ഒരു കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നല്ല പേടിയില്ലാത്ത പോലെ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഫുൾ കാൽക്കുലേഷൻ, ഇവിടുന്ന് ഒരാൾ വീണാൽ താഴെ എത്തിക്കഴിഞ്ഞാൽ എന്താവും, എത്ര അടി വരെ വീഴാം. സോ ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. കാരണം നല്ല സ്ലിപ്പറി ആയിരുന്നു ടെറൈൻ. അപ്പോൾ ഞാനത് ഒരിക്കലും ഒരു മല വേറൊരു പീക്കിനേക്കാൾ ഈസിയാന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിനും അതിൻ്റേതായ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ ചിങ്കേരിയിലും ആ ഒരു ചാലഞ്ചസ് ഉണ്ടായിരുന്നു. നമ്മളൊരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിച്ച് തുടങ്ങാമെന്നാണ് ഞാൻ ഓർത്തത്. അതായത് എല്ലാവരും പറയുമല്ലോ, ജീവിതത്തിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എവറസ്റ്റ് കീഴടക്കുന്നതിനേക്കാൾ വലിയ ടാസ്ക് ആണെന്ന് ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ശ്രീഷ്മയെ സംബന്ധിച്ച് ഈ എവറസ്റ്റ് കീഴടക്കുന്നതിനേക്കാളും വലിയ ടാസ്ക് ജീവിതത്തിലുണ്ടോ? ഓഫ് കോഴ്സ്. അപ്പോൾ എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാനും ആ എവറസ്റ്റും മാത്രമേ ഉള്ളൂ. എവറസ്റ്റ് ഞാൻ കയറണം, എവറസ്റ്റ് എന്നെ അനുവദിക്കണം കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലല്ലോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പലരുടെ അഭിപ്രായങ്ങളുണ്ടാവും. പലരും ആവശ്യമില്ലാത്ത അഭിപ്രായം തരും, ആവശ്യമില്ലാത്ത ഓരോ വേണ്ടാത്ത കാര്യങ്ങൾ പറയും. അപ്പോൾ ഇതിനൊക്കെ മറികടന്നിട്ട് വേണം നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യവും ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ആര് പറയുന്നത് സീരിയസ് ആയി എടുക്കണം, ആര് പറയുന്നത് സീരിയസ് ആയി, ആരെ വിശ്വസിക്കാൻ പറ്റും. സോ ഓഫ് കോഴ്സ് എവറസ്റ്റ് കയറുന്നതിനേക്കാളും എന്തുകൊണ്ടും വലിയ ടാസ്ക്കാണ് ഇതൊക്കെ. അപ്പം നമ്മളിങ്ങനെ എവറസ്റ്റിലേക്ക് മുന്നേ കുറേ കൊടുമുടികളൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഏഷ്യയിലെ തന്നെ 17 മറ്റോ കൊടുമുടി കയറി അല്ലേ? 15 അത് കഴിഞ്ഞിട്ടാണ് എവറസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ പലരും ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിയോ, നിനക്ക് കയറാൻ പറ്റുമോ, നീ എന്തിനാ പോകുന്നതെന്നൊക്കെ ചോദിച്ചോ? എനിക്ക് കയറാൻ പറ്റുമോയെന്ന് ആരും ചോദിച്ചിട്ടില്ല. പക്ഷേ കാരണം ആർക്കും അതിനെപ്പറ്റി അധികം അറിയില്ല. മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ കുട്ടികളെ ഒരു ട്രെക്കിനൊക്കെ പോയി അടിച്ചു പൊളിക്കില്ലേ, അങ്ങനത്തെ എന്തോന്നാണ് മിക്കവരും വിചാരിച്ചിരുന്നത്. എന്തിനാ കയറുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും ഇതൊക്കെ ഒരു ഗുണമില്ലാതെ എന്തിനാ ഇങ്ങനെ കയറുന്നത്, എന്തിനാ ഇങ്ങനെ മലയൊക്കെ കയറി നടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു പാഷനുണ്ട്. അപ്പോൾ ഞാൻ ആർക്ക് എന്ത് ഗുണമാണെന്ന് ഞാൻ സമൂഹത്തിനെ പറയേണ്ട ആവശ്യം, എനിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഞാൻ എന്ത് കാര്യം ചെയ്യുന്നു അത് എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഒരു പാഷനും ഒരു ആഗ്രഹവും ഉണ്ട്. അപ്പോൾ അതിനെ വേറൊരാൾ പോയി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്കാർ എന്ത് ചെയ്യുന്നു അത് അവരുടേതായ ഒരു ഇഷ്ടം കൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. 15-ാമത്തെ വയസ്സിൽ അച്ഛനാണല്ലോ ആദ്യമായിട്ട് കൈപിടിച്ച് അവിടുത്തെ മല കയറ്റി എന്ന് പറഞ്ഞു. വീടിൻ്റെ അടുത്തല്ലേ? ഷൊർണൂരല്ലേ വീട്? ഷൊർണൂരിനടുത്ത് ഏത് മലയാണ് ആദ്യം? അല്ല, ഷൊർണൂരല്ല, ഞങ്ങൾ കുളു മണാലി പോയായിരുന്നു 13 വയസ്സായി. അപ്പോൾ അതൊരു ട്രിപ്പ് മാതിരിയായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അന്നാണ് ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ അങ്ങനെ തുടങ്ങി ഓരോരോ മല കയറി. ഈ 15 പിന്നെ ഏഷ്യയിലെ മല ഈ കൊടുമുടികൾ കൂടാതെ വേറെ എവിടെയൊക്കെയാണ്? ഇല്ല, ഏഷ്യയിൽ മാത്രമേ. ഇന്ത്യയിലും നേപ്പാളിലും. ഇപ്പം എവറസ്റ്റ് കീഴടക്കിയത് തന്നെ പ്രത്യേകിച്ച് എന്തോ ടൈമിൻ്റെ ഒരു കാര്യത്തിൽ അല്ലേ? 12 മണിക്കൂറല്ലേ? അതായത് ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടി 4ാമത്തെ ക്യാമ്പിൽ നിന്ന് 12 മണിക്കൂർ. 9.5 മണിക്കൂർ എടുത്തത്. അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത്രയും വേഗത്തിൽ കയറാൻ പറ്റുമെന്ന് തോന്നിയായിരുന്നോ? അത് ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം കുറച്ചെടുക്കായിരുന്നു. പക്ഷേ ഞാൻ കയറി അന്ന് വെതർ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ എവറസ്റ്റിന് ഓരോ വിൻഡോ ഉണ്ട് കയറാൻ. അപ്പോൾ എല്ലാ ദിവസത്തിലും വെച്ചിട്ട് ഞാൻ കയറിയ ദിവസവും പിന്നെ 21-ാം തീയതി ഞാൻ കയറിയത് 20-ാം തീയതി. അപ്പോൾ 21-ാം തീയതി 20-ാം തീയതിയാണ് ഏറ്റവും മോശം വെതർ കിട്ടിയ ദിവസം. അപ്പോൾ ആ വെതർ കാരണം ഞങ്ങൾ ഇനി 3 അവർ ഡിലേ ആയി. അപ്പോൾ എല്ലാവരും ഒരു 7-8 മണിക്കൂറിൻ്റെ ഉള്ളിൽ കയറും സാധാരണ എവറസ്റ്റ്. ഒരു നല്ല പ്രോ ക്ലൈംബേഴ്സ് ആണെങ്കിൽ 7-8 മണിക്കൂറിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ എനിക്കും ആ സമയത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞങ്ങൾ 3-3.5 മണിക്കൂർ വേസ്റ്റായി. അവിടെയും ഇവിടെയൊക്കെ ഈ വെതർ മോശമായത് കാരണം ചില സ്ഥലത്ത് നിൽക്കേണ്ടി വന്നു. പിന്നെ അത് ജെറ്റ് സ്ട്രീം വിൻഡ്സ് എന്ന് പറയും. അത് ഈ പറയും വെതർ മോശമായിരുന്നു. അപ്പോൾ അത് വെതർ റിപ്പോർട്ടിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ വിൻഡിൽ സ്നോ പാർട്ടിക്കിൾസ് ഉണ്ട്, ഈ മണ്ണിൻ്റെ തരി മാതിരിയിരിക്കും. അതിൻ്റെ ഈ കണ്ണിൽ അടിച്ചടിച്ച് ഈ കണ്ണ് ഫുൾ മുറിയായി. എനിക്ക് ഈ കണ്ണ് അടച്ചു പിടിക്കേണ്ട അവസ്ഥ, ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഒരു കണ്ണും കൊണ്ടാണ് ഏറ്റവും ടോപ്പിലെത്തിയത്. അതെ, ഇറങ്ങി പോരാൻ നേരത്തെ എന്തെങ്കിലും
ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇറങ്ങി വരുമ്പോൾ ഈ കണ്ണ് എനിക്ക് ഒട്ടും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ കണ്ണും അതെ കുറച്ച് ചെറുതായിട്ട് ഇതാവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നല്ല പ്രശ്നമായിരുന്നു താഴെ ഇറങ്ങി ഈ വരുമ്പോൾ. ട്രക്കിംഗ് വേറെ, മലകയറ്റം വേറെ, പർവ്വതാരോഹണം വേറെയാണല്ലോ. പ്രത്യേകിച്ച് അത് ഈ ഐസും ഒക്കെ കൂടി പ്രശ്നം വരുമ്പോൾ അത് ഈ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ പർവ്വതാരോഹകം അതിനെ സംബന്ധിച്ചൊന്ന് പറയാൻ പറ്റുമോ? ട്രെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടനിയറിങ്ങിൽ ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്, ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ടെക്നിക്കലായിട്ട് ഒരുപാട് ജുമാറിങ്, റാപ്പിലിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മൗണ്ടനിയറിംഗ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ട്രെക്കിൽ യൂസ് ചെയ്യില്ല. അതായത് ഫിഗർ ഓഫ് 8 ഉണ്ട്, ഡിസെൻഡർ, അസെൻഡർ, ഐസ്ക്രൂ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ ട്രെക്കിങ്ങിൽ യൂസ് ചെയ്യില്ല. ട്രെക്കിങ്ങിൽ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മൗണ്ടനിയറിംഗിൽ എന്തുകൊണ്ടാണ് അത് ടെക്നിക്കൽ എന്ന് പറയുന്നത്, ചിലത് ഇങ്ങനെ 90 ഡിഗ്രി അസെൻഡിലാണ് നിൽക്കുക, അല്ലെങ്കിൽ ഒരു 75, 80. അപ്പോൾ ഇതൊക്കെ കയറണമെങ്കിലും പിന്നെ നമ്മളിടുന്ന ബൂട്ട്സ്, ക്രാംപോൺസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ട്രെക്കിങ്ങിൽ മോസ്റ്റ്ലി ഷൂ ഇട്ടിട്ടാണ് നമ്മൾ നടക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രെക്കിംഗ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം മൗണ്ടനിയറിംഗ്. മൗണ്ടനിയറിംഗിൽ ഒരുപാട് ടെക്നിക്കലുമാണ്, ഡിഫിക്കൽട്ടുമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 8848 അടി ഉയരത്തിലാണല്ലോ നമ്മുടെ എവറസ്റ്റ് ഏറ്റവും ഉയരം കൂടിയതുള്ളത്. അതിൽ ഇങ്ങനെ ക്യാമ്പുകളുടെ എണ്ണമൊക്കെ പറയുന്നുണ്ട്. 1ാം ക്യാമ്പ്, 2ാം ക്യാമ്പ്, ബേസ് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ്? 4ാമത്തെ ക്യാമ്പിൽ നിന്നാണോ പിന്നെ മുകളിലേക്ക് കയറുന്നത്? മൊത്തത്തിൽ 5 ക്യാമ്പുണ്ട്. ബേസ് ക്യാമ്പ്, ക്യാമ്പ് 1, ക്യാമ്പ് 2, ക്യാമ്പ് 3, ക്യാമ്പ് 4, അങ്ങനെ 5 ക്യാമ്പുണ്ട്. അപ്പോൾ ബേസ് ക്യാമ്പിലാണ് ഞങ്ങൾ താമസവും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടുന്ന് ഈ റൊട്ടേഷൻ, അതായത് മേലേക്ക് കയറി പോകുമ്പോൾ ക്യാമ്പ് 1, ക്യാമ്പ് 2, ക്യാമ്പ് 3, ക്യാമ്പ് 4. ക്യാമ്പ് 4 ഞങ്ങൾ എവറസ്റ്റ് സമ്മിറ്റിലേക്ക് പോകും. അങ്ങനെ. എന്നാണ് ഇങ്ങനൊരു ആഗ്രഹം മനസ്സിൽ ഉദിച്ചത്? എനിക്ക് എവറസ്റ്റ് എന്ന് പറയുന്നത് ട്രെക്കിങ്ങിലുണ്ടായിരുന്നപ്പോൾ മൗണ്ടനിയറിംഗ് ആയിരുന്നു ആഗ്രഹം. മൗണ്ടനിയറിംഗ് തുടങ്ങിയപ്പോൾ എവറസ്റ്റ് എന്നുള്ളത് ഏതൊരു മൗണ്ടനിയറിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളിങ്ങനെ വീട്ടിൽ അച്ഛനൊക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും ഡിസ്കസ് ചെയ്യുമായിരുന്നു എവറസ്റ്റിൻ്റെ കാര്യവും അതൊക്കെ. അപ്പോൾ അതൊരു എന്താ പറയുക, 2020 തൊട്ടിട്ട് മനസ്സിൽ എവറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുക. അപ്പോൾ അത് ഊണിലും ഉറക്കത്തിലും ഒക്കെ അതൊരു ഡ്രീമായി മാറി, ലൈഫിൻ്റെ ഒരു ഭാഗമായി പോയി. അപ്പോൾ അങ്ങനെ. പിന്നെ പ്രൊഫഷണലായിട്ട് ഈ മൗണ്ടനിയറിംഗ് പഠിച്ചോ? ഇല്ല, എനിക്ക് AMCയും BMC, അഡ്വാൻസ് മൗണ്ടനിയറിംഗ് ആൻഡ് ബേസിക് മൗണ്ടനിയറിംഗ്, അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അതിനുള്ള സമയം ഉണ്ടായില്ല. പക്ഷേ അതിന് പകരം ഞാൻ ലേ ലഡാക്കിലാണ് എൻ്റെ മിക്ക ക്ലൈംസും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരുപാട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ലേയിൽ. അപ്പോൾ അതിൽ റിഗ്സി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, എൻ്റെ ഗുരുവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ റിഗ്സി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അല്ല, ലേ ലഡാക്ക്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഓക്സിജൻ ഇല്ലാതെ മൗണ്ട് എവറസ്റ്റും അന്നപൂർണയും കയറിയ ആദ്യത്തെ ആളാണ് റിഗ്സിൻ. അപ്പോൾ അദ്ദേഹം എൻ്റെ ഗുരു. അപ്പോൾ ഞാൻ പല ക്ലൈംബും അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ കയറി പഠിച്ചതായിരുന്നു. നല്ലൊരു വെസ്റ്റ് ബംഗാളിലോ മറ്റോ നല്ലൊരു മൗണ്ടനിയറിംഗിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലേ? നിംസും പിന്നെ HIMSസും. അത് പക്ഷെ അവിടെ അഡ്മിഷൻ കിട്ടാൻ 1 വർഷം വെയിറ്റ് ചെയ്യണം. പിന്നെ 28 ദിവസം എടുക്കും. അങ്ങനെ നല്ല ഡിമാൻഡിങ് ആണ്, ടൈം ഒരുപാട് എടുക്കുന്ന ഒരു കാര്യം. ശ്രേഷ്മേൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ ചെറുപ്പത്തിലൊക്കെ നൃത്തം പഠിച്ചു, ഇപ്പോഴാണെങ്കിലും ബിരുദാനന്തര പഠനം ഈ ഭരതനാട്യത്തിലോ മറ്റോ പഠിക്കുകയാണ് അല്ലേ? ഡാൻസാണ് ഇഷ്ടം. അതിനിടയ്ക്ക് ഇങ്ങനെ പർവ്വതാരോഹണം വന്നു. പിന്നെ പ്രൊഫഷണലി നോക്കുമ്പോൾ അക്കൗണ്ടിങ് ആണ്. ഇത് തമ്മിലൊരു സിങ്കിങ് ആവുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാ വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ജോലി ചെയ്യുന്നത് കാശ് കിട്ടാനാണ് നമുക്ക്, അതാണ് മെയിനായിട്ട്. പിന്നെ എൻ്റെ ലെഫ്റ്റ് ഐയും റൈറ്റ് ഐയും പോലെയാണ് ഡാൻസും മൗണ്ടനിയറിംഗ്, രണ്ടും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ എൻ്റെ ഫാമിലിയുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ മകൻ അത്ലറ്റിക്സിലുണ്ട്, എൻ്റെ ഹസ്ബൻഡും ഒരു മാരത്തോൺ റണ്ണറൊക്കെയാണ്, ട്രയൽ റണ്ണർ. പിന്നെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു, അനിയത്തിയും അത്ലറ്റിക്സിലുണ്ടായിരുന്നു. സോ ഞങ്ങൾക്കെല്ലാം അറിയാം അത്ലറ്റിക്സ്. ടൈക്വോണ്ടോ, മോൻ കിക്ക് ബോക്സിങ്ങും ടൈക്വോണ്ടോയിലൊക്കെ ഏഷ്യൻ ചാമ്പ്യനാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം, ഫാമിലിക്ക് അറിയാം അത്ലറ്റിക്സ് എന്താ, അതിന് എത്രമാത്രം എഫേർട്സ് വേണം. സോ അങ്ങനെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് മുഴുവൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് പോകുന്നത്. അതെ. ഇപ്പം നമ്മൾ ഷൊർണൂർ വീട്, ബാംഗ്ലൂരിൽ ജോലി, ഭർത്താവ് അമേരിക്കയിൽ, ഇനിയിപ്പോൾ അമേരിക്കയ്ക്ക് പോകാൻ പോകണം എല്ലാവരും കൂടെ. അതെ, ഞങ്ങൾ ഈ വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ. അങ്ങനെ വരുമ്പം നമ്മളെ യൂറോപ്യൻ കൺട്രീസിൽ ഇതുപോലുള്ള പർവ്വതാരോഹണമൊക്കെ ഇല്ല, ഞാൻ എന്നാലും ഇവിടേക്കായിരിക്കും വരിക, ലേ അല്ലെങ്കിൽ ഇന്ത്യ. കാരണം നമ്മുടെ ഹിമാലയൻ റേഞ്ചസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് വേറെ വേൾഡിൽ എവിടെയും കിട്ടില്ല, ഏതൊരു മൗണ്ടൻ കയറിയാലും കിട്ടില്ല. അത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അതപ്പോൾ ആരോട് ചോദിച്ചാലും പറയാൻ പറ്റും. കാരണം നമ്മുടെ ഹിമാലയൻ റേഞ്ചസിൽ ഉള്ള പീക്സ് ഒരുപാട് ടഫാണ്, അതിൻ്റെ ആ ഒരു ടെറൈനും. അവിടുന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യം ലോകത്തിലെ വേറെ ഏതൊരു മൗണ്ടൻ കയറിയാലും കിട്ടും. പിന്നെ പാകിസ്ഥാനിലുള്ള K2 അതൊക്കെ. സോ ആ ഒരു ഹിമാലയൻ റേഞ്ചസ് വിട്ടിട്ട് എനിക്കില്ല. പിന്നെ ടൈം പാസിന് പോവും, അതല്ലാതെ മെയിൻ ക്ലൈംബിംഗ് ഒക്കെ ഇവിടെ തന്നെ ഇരിക്കും. ഞങ്ങളൊന്ന് കുറച്ചും കൂടെ സെൽഫിഷായിട്ട് ചോദിക്കട്ടെ, വയനാട്ടിൽ വന്നിട്ട് ശ്രേഷ്മ കൂടെ ഉണ്ടായിരുന്ന ഗ്ലോബ് ട്രക്കേഴ്സുകാരാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത്. അവരോട് മറ്റേ പറഞ്ഞു എന്ന് പറഞ്ഞ് എവറസ്റ്റോ എവിടെയൊക്കെ പോയാലും വയനാട്ടിലും നല്ല മലയുണ്ട്, ട്രക്കിംഗ് നടത്താൻ പറ്റിയ നല്ല ടൂറിസം പ്ലേസ് ആണ്, ഇങ്ങോട്ടാണ് ആൾ വരേണ്ടത് ശ്രേഷ്മ പറഞ്ഞു. അങ്ങനെ വരണം അല്ലേ?
അതെ, കാരണം ഞാനിപ്പോൾ എനിക്ക് അവർ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു ചില സ്ഥലത്തിൻ്റെ. അപ്പോൾ നമ്മളുടെ ഈ റോക്ക് ക്ലൈമ്പിംഗ്, ഫ്രീ വാൾ ക്ലൈമ്പിംഗ്, അതിനൊക്കെ ഒരുപാട് സ്പോട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ കേരളത്തിൽ തന്നെ പലർക്കും മൗണ്ടനിയറിങ്ങും റോക്ക് ക്ലൈമ്പിങ്ങും ഫ്രീ വാൾ ക്ലൈമ്പിങ്ങും അറിയില്ല. പക്ഷേ വയനാട് ടൂറിസം അത് നന്നായി പ്രൊമോട്ട് ചെയ്യണം. അവർ നല്ല സോഷ്യൽ മീഡിയയിൽ ഇതിലൊക്കെ പ്രൊമോട്ട് ചെയ്ത്, പിന്നെ അതുപോലെ മൗണ്ടനിയറിങ്, ഇപ്പോൾ ഗ്ലോബ് ട്രെക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉള്ളത്, ഇത്രയും ഓർഗനൈസ്ഡും ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പുള്ളത്. ഇതുപോലത്തെ ഒരു ഗ്രൂപ്പില്ല. അപ്പോൾ ഇവരുടെ കൂടെ കിളിമഞ്ചാരോ പോകുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഇതുവരെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവർ നന്നായി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരെ ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അപ്പം വയനാട്ടിൽ എന്തൊക്കെയുണ്ട്, വയനാട്ടിൽ എത്രമാത്രം പീക്സ് ഉണ്ട്, സ്പോർട്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഒരുപാടുണ്ട്, അതൊക്കെ ഫുൾ കേരള അറിയും. ആൻഡ് വെറുതെ ഓരോ സ്ഥലം പോയി കാണുന്നതും റിസോർട്ടിൽ താമസിക്കുന്നതും പിന്നെ വൈൽഡ് ലൈഫ് കാണുന്നതും അല്ലാതെ ഇവിടെ 100-ലധികം കാര്യങ്ങൾ ചെയ്യാണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീഷ്മ മെയ് 20 രാവിലെ 10:30 മറ്റാണ് അവിടെ എത്തിയത് അല്ലേ? ആ സമയത്ത് ആദ്യത്തെ സ്റ്റാറ്റസ് ഇട്ട് എനിക്ക് തോന്നുന്നു വയനാട്ടിലെ ഈ ഗ്ലോബ് ട്രക്കേഴ്സിന്റെ ഷാജി സാറാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അങ്ങനെയാണ് കണ്ട് വിവരമൊക്കെ അറിയുന്നത്. അപ്പോഴാണ് നമുക്കും ഒരു അഭിമാനം തോന്നി. അത് കഴിഞ്ഞപ്പം ഇന്നലെയൊക്കെ ആണെങ്കിൽ ലൂക്ക ഫ്രാൻസിസിനോടൊക്കെ സംസാരിച്ചപ്പോൾ ഒക്കെ പറഞ്ഞു, നിങ്ങളോടൊപ്പം യാത്ര ചെയ്തവരൊക്കെ നന്നായി എൻജോയ് ചെയ്ത ചെറിയ കൊച്ചുകുട്ടി അടക്കം കയറാനുണ്ടായിരുന്നു പറഞ്ഞു. 65 വയസ്സുള്ള ആളൊക്കെ ഒന്നിച്ച്. എപ്പോഴും ഒരു ടീം സ്പിരിറ്റിലാണോ ഇങ്ങനെ എവിടെ പോയാലും? നമുക്ക് കയറുന്ന ആൾക്കാരെങ്ങനെയാണെന്ന് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ശരിക്കും ഒരു വീട്ടിൽ വന്നൊരു ഫീലിംഗാണ്. കാരണം എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കങ്ങനെ ഞാനൊരു എവറസ്റ്റർ അല്ലെങ്കിൽ ഇവരെന്നെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. ചുമ്മാ അവരുടെ കൂടെ കയറി അങ്ങനെ, അല്ലാണ്ട് എനിക്ക് വേറൊരു അൺകംഫർട്ടബിൾ ആയിട്ടോ അതൊന്നും ഉണ്ടല്ല. പക്ഷേ നമ്മൾ എപ്പോഴും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ടീമിലുള്ളവരായിട്ട് ജെല്ല് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ഡിഫറൻസ് ഉണ്ടാവും. സോ ഈ അനുഭവിച്ചൊരു കംഫർട്ട് എല്ലായിടത്തും കിട്ടണമെന്നില്ല. ഗ്ലോബ് ട്രെക്കേഴ്സിൻ്റെ കൂടെ ശരിക്കും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പം എവറസ്റ്റ് കയറി ഇറങ്ങി തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഈ ഭരതനാട്യത്തിലും ബിരുദാനന്തര ബിരുദവും കൂടി പഠിക്കുന്നത് കൊണ്ട് അതുപോലൊരു റെക്കോർഡ് പെർഫോമൻസ് നടത്തണമെന്നുണ്ടോ ഡാൻസിൽ? അല്ല, ഗുരുവായൂരിൽ ഇപ്പോൾ ഒരു കച്ചേരി വരുന്നുണ്ട്, അതിന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗുരുവായൂരിൽ കുറേ പെർഫോം ചെയ്തു, പക്ഷേ ഇതൊരു കച്ചേരി ആയിട്ട് ഇപ്രാവശ്യം കുറച്ച് വലുതായിട്ട് ചെയ്യണമെന്ന്. പിന്നെ എനിക്ക് US പോയ ഒരു വലിയ ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നമ്മുടെ പഴയ രീതിയിൽ പഠിക്കുന്നത്, അതായത് ഒരുപാട് കോഴ്സസും അതൊക്കെ. കാരണം ഇപ്പോൾ എല്ലാവരും കുറച്ച് പഠിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു ഇത് ഞാൻ എല്ലായിടത്തും കാണുന്നുണ്ട്. പക്ഷേ അതല്ലാണ്ട് ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നന്നായി പഠിച്ച് കുട്ടികളെ പഠിപ്പിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് എനിക്ക്. സ്ത്രീകൾ പല മേഖലയിലും മുന്നിൽ എത്തി, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാര്യത്തിലടക്കം ഉണ്ട്. എങ്കിലും കുറേ പേര് ഇപ്പോഴും നമ്മുടെ വീട്ടമ്മമാരായിട്ട് വീട്ടിൽ ഒതുങ്ങി കൂടുന്നവരുണ്ടല്ലോ, അവരെ പോലുള്ളവരോട് എന്താ പറയാനുള്ളത്? അവരെ പോലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും അവർ പറയും കുടുംബക്കാർ മനസ്സിലാക്കുന്നില്ല, കുടുംബത്തിലുള്ളവർ മനസ്സിലാക്കുന്നില്ല. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ഫേമായിട്ട് പറയുന്നില്ല. അതൊന്ന്. കാരണം നമ്മൾ ഫേമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളത് നമ്മളോട് എത്ര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലും അവരറിയുള്ളൂ. നമ്മൾ മനസ്സിൽ വെച്ചിരുന്ന് നമുക്ക് വേണ്ടതിന് വേണ്ടി ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ ഒരാളും അറിയാൻ പോകുന്നില്ല. അതേപോലെ തന്നെ വീട്ടിലുള്ളവരും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ലൈഫിലൊരു കാര്യം ചെയ്യണം, അതിനെനിക്ക് തോന്നുന്നു ഒരു ദിവസം 45 മിനിറ്റ് മതി. ഇപ്പോൾ ഒരാൾക്ക് പെയിൻറ്റിങ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, മേ ബി ബ്യൂട്ടി പാർലർ, അത് സംതിങ് റിലേറ്റഡ് ടു ദാറ്റ്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പാഷനായിരിക്കും. അപ്പോൾ അതിനൊരു 45 മിനിറ്റെങ്കിലും ഒരു ദിവസം വീട്ടുകാരിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഭർത്താവിന് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി അവരെന്നെ അതെടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ചെറിയ ചെറിയ ഹെൽപ്പ്, ഒരു വീട് ക്ലീനിങ് ആണെങ്കിലോ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ആ ഒരു അരമണിക്കൂർ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് വീട്ടുകാരെ ഏറ്റെടുത്ത വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് വർക്ക്. ഇപ്പോൾ എൻ്റെ മോൻ ക്ലീൻ ചെയ്യും, ഡസ്റ്റിങ് ചെയ്യും, പൊടിയൊക്കെ തുടച്ച് കളയും, ഹസ്ബൻഡ് ചിലപ്പോൾ പാത്രം കഴുകും, അപ്പോൾ ഞാൻ അടിച്ചു വരി തുടയ്ക്കും, മെയ്ഡ് വന്നില്ല, അങ്ങനെയൊക്കെ ഫുൾ ഷെയർഡ് ആയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലെ വർക്ക്. അത് ഞാനതാ ചോദിക്കാൻ വന്നത്. അതായത് ശ്രീഷ്മ രവീന്ദ്രൻ ആദ്യം കേട്ടപ്പം ഞാൻ വിചാരിച്ചു ഒരു അവിവാഹിതയായ പെൺകുട്ടി ഇങ്ങനെ പറന്ന് നടക്കുന്നു ഒന്ന്. പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഭർത്താവ്, പിന്നെ മനസ്സിലാക്കി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുണ്ട്. അപ്പോൾ ഒരു അമ്മ, ഒരു കുടുംബം, അതോടൊപ്പം ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? അതെൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം. കാരണം എൻ്റെ ഹസ്ബൻഡ് ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നീ വേഗം വാങ്ങണമെന്നില്ല. എൻ്റെ ഹസ്ബൻഡ് എല്ലാ രീതിയിലും അഡ്ജസ്റ്റ് ചെയ്തു വന്ന ഒരാളാണ്. പിന്നെ എൻ്റെ മോൻ, ഞാനില്ലെങ്കിലും അവൻ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ജിമ്മിൽ നിന്ന് വിളിച്ചിട്ട് പറയും നീ ഇത് ചെയ്യണം, ഇത് പഠിക്കണം, എനിക്ക് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഞാൻ വരുമ്പോഴേക്കും അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ വഴക്കൊക്കെ പറയേണ്ടി വരും, പക്ഷേ എന്നാലും ആ ഒരു കാര്യം അവൻ ചെയ്തു വയ്ക്കും. പിന്നെ ഞാൻ രാവിലെ ഇപ്പോൾ ഓടാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ചിലപ്പോൾ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പുള്ളി ഞാൻ വരുമ്പോഴേക്കും വിശക്കുകയാണെങ്കിൽ എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ പുള്ളിയുടെ കാര്യം ചെയ്യും. അങ്ങനെ ആ ഒരു ഞാനുണ്ടെങ്കിലേ ചെയ്യുള്ളൂ, നീ എന്തിനാ, അങ്ങനത്തെ ഒന്നുമില്ല പുള്ളിക്ക്. അതുപോലെ ഹസ്ബൻഡ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ. ഇപ്പോൾ ഹസ്ബൻഡ് ഒരു കാര്യത്തിന് പോകണമെങ്കിൽ സംസാരിച്ചപ്പോൾ 2 മിനിറ്റ് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി വളരെ ഫ്രണ്ട്ലി ആയിട്ട് സോഷ്യൽ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വലുതായിട്ടുണ്ട്. വളരെ നന്നായിട്ട്. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം, ഞാൻ വെരി ലക്കി ഇതായിട്ട്. കാരണം അത്രയും സപ്പോർട്ട്, അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ എനിക്ക് എവറസ്റ്റ് കയറാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ മോൻ്റെയും പിന്നെ എൻ്റെ അമ്മ ഒരുപാട് സപ്പോർട്ട്. ഇപ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മയാണ് വന്ന് മോനെ നോക്കുക.
അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു എഫേർട്ട് കൊണ്ടല്ല ഞാൻ എവറസ്റ്റ് കയറിയത്. മേ ബി 50% ഞാൻ വർക്കൗട്ട് ചെയ്യുന്നു, അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു. പക്ഷേ ബാക്കി 50% എൻ്റെ ഫാമിലി കൊണ്ട് മാത്രം. ഒരു ദിവസം എത്ര സമയം വർക്കൗട്ട് ചെയ്യും? 4 hours. 4 hours. അത് രാവിലെ വൈകുന്നേരമായിട്ട്? രാവിലെ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഒന്നെങ്കിൽ റണ്ണിങ്, സ്വിമ്മിങ്, പിന്നെ യോഗ അങ്ങനത്തെയൊക്കെ. പിന്നെ വൈകുന്നേരം 2 മണിക്കൂർ ജിമ്മിൽ. ഇപ്പോൾ പ്രധാന ഒരു അംബീഷൻ കഴിഞ്ഞു, എവറസ്റ്റ് കീഴടക്കി കഴിഞ്ഞു. ഇനി എന്താണ് നെക്സ്റ്റ്? അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ എവറസ്റ്റ് എന്ന് പറഞ്ഞത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ മാതിരിയായിരുന്നു. ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു 2020. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനം വേറെ ആർക്കും വരില്ലല്ലോ. അതുപോലെയായിരുന്നു എവറസ്റ്റ്. എൻ്റെ കൂടെ വളരെയധികം ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ഡ്രീമായിരുന്നു. ഇപ്പോൾ അത് പോയപ്പോൾ ആ ഒരു ഡ്രീമിൻ്റെ മേലെ ഒന്നും വരില്ല. പക്ഷേ എനിക്ക് ഇതുപോലെ തന്നെ 8000 മീറ്റർ മേലെയുള്ള പീക്സ് 2-3 എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഈ വർഷം ഒരെണ്ണം കൂടി ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക. എവറസ്റ്റിനൊക്കെ ഒരു സീസൺ ഉണ്ടോ പ്രധാനമായിട്ട്? ഏത് സീസണാണ് പോകാൻ പറ്റാത്തത്? മോസ്റ്റ്ലി ഏപ്രിൽ മെയിലാണ് എല്ലാവരും ചെയ്യുക. അത് കഴിഞ്ഞിട്ടും ചെയ്യും. പക്ഷേ മോസ്റ്റ്ലി ഐഡിയൽ ആയിട്ടുള്ള സീസൺ ഏപ്രിൽ മെയ്. കാരണം എവറസ്റ്റിൽ അത്രയും ഹൈറ്റിലായതുകൊണ്ട് കുറച്ച് വെതർ വിൻഡോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 10-15 ദിവസമേ ഉണ്ടാവുള്ളൂ ഈ 2 മാസത്തിൽ നല്ല വെതർ വിൻഡോ. ആ 10-15 ദിവസത്തിൽ 400-ലധികം ആൾക്കാർ കയറണം. അപ്പോൾ ആ ഒരു സമയത്ത് കയറിയേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ പോരും. നമ്മുടെ ഈ മെയിൻ സപ്പോർട്ട് ഷെർപ്പയും അവിടുത്തെ ആൾക്കാരുണ്ട്. അവരൊക്കെ താഴെ ഇറങ്ങിപ്പോരും. പിന്നെ അവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഷെർപ്പമാർ പ്രധാനമായിട്ട് ഹിമാലയൻ ഇതിലേക്ക് നമ്മൾ മൗണ്ടനിയറിംഗ് നടത്തിയാലും ഷെർപ്പമാരുടെ സഹായം ഉണ്ടല്ലോ. അവർ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ഈ ആളുകളെ സഹായിക്കുന്നവരാണ് ഷെർപ്പമാർ. അതെ, അവരുടെ ഫാമിലി ഫുൾ ഇതിലായിരിക്കും. സോ അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ ഒരു പുതിയ ആൺകുട്ടി ഈ ഒരു ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു ഗൈഡായിട്ട് തുടങ്ങില്ല. ആദ്യം കിച്ചണിലൊരു സ്റ്റാഫ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പോർട്ടർ എന്ന് പറയും, അതായത് ഈ ലഗേജ് കയറ്റി അത്, പിന്നെ കിച്ചണിൽ ഹെൽപ്പർ, പിന്നെ ക്ലൈംബിംഗ് ഗൈഡ്, അങ്ങനെ. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട്, അപ്പോൾ അവർക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന മാതിരി നമ്മൾ LKG തുടങ്ങുന്ന മാതിരി തന്നെയാണ് അവരുടെയും. അല്ലാണ്ട് ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഷെർപ്പയുടെ ആ വീട്ടിലത്തെ ഒരാൾ കൂടി ഇങ്ങനെ തുടങ്ങുള്ളൂ. ഷെർപ്പ എന്ന് പറയുന്ന ഒരു വംശാവലിയാണ് അവർ. അതെ, അതൊരു ഇതാണ് ഷെർപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ഫാമിലി നെയിമാണ് അവരുടെ. ഒരു ഇപ്പോൾ നമ്മൾ നായർ നമ്പ്യാർ എന്നൊക്കെ പറയില്ലേ, അതുമാതിരി ഒരു ഇതാണ് അവരുടെ. കുറേ ഈ ഞാനീ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ പേരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് കണ്ടു പോയി. പിന്നെ പലരും വഴിക്ക് വെച്ച് മരിക്കപ്പെടുന്നവർ, അങ്ങനെയുള്ളവരെ സഹായിക്കാനൊക്കെ ആയിട്ട് ഇവരുണ്ടാവും. അതെ അതെ അതെ. ഇപ്പം ലൈഫിൽ മലയാളി ജീവിതം ഒരു പ്രധാനപ്പെട്ട ഇതാണല്ലോ. എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവും എന്ന് പറയാം. ഇപ്പോൾ US പോയി ധാരാളം മലയാളികളുള്ള ഒരു നാട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. എപ്പോഴും നമ്മുടെ ഈ സംസ്കാരമൊക്കെ നമുക്ക് എവിടെയാണെങ്കിലും നമ്മൾ നിലനിർത്തുകയും വേണം. അപ്പോൾ ഈ ജീവിതവും അവിടുത്തെ ജീവിതവും കൂടി അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ ഇപ്പോൾ നടത്തുന്നുണ്ടോ? എവിടെ US-ലേക്ക്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പം ഞാൻ ബാംഗ്ലൂരല്ലേ. അപ്പോൾ ബാംഗ്ലൂർ എൻ്റെ ഒരു സർക്കിൾ എങ്ങനെയായിരുന്നു വെച്ചാൽ പലരും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു. കാരണം ഞാൻ കോളേജിൽ പഠിച്ചപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ആസാം നിന്നുള്ളവരായിരുന്നു. പിന്നെ എനിക്ക് മലയാളി ഫ്രണ്ട്സ് അധികമില്ല, എല്ലാം പുറത്തു നിന്നുള്ള ഫ്രണ്ട്സാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ ഓഫീസിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കന്നഡിഗാസാണ്, കർണാടകയിലുള്ളവരാണ്. അപ്പോൾ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സായിട്ട് ചിലവരായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. സോ അങ്ങനത്തെ ഒരു പ്രോബ്ലം എനിക്കില്ല ഒരാളായിട്ട് മിങ്കിൾ ചെയ്യാൻ. അതിപ്പോൾ ഈ മൗണ്ടനിയറിങ്ങിൽ പോകുമ്പോൾ മലയാളീസൊന്നും ഉണ്ടാവില്ല, പലതും ഓരോ സ്ഥലത്തു നിന്നുള്ളവരാണ്. അപ്പോൾ ആൾക്കാരായിട്ട് ഇടപഴകാൻ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് നാട് വിടുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്. കാരണം നമ്മളിവിടെ അനുഭവിക്കുന്ന ആ ഒരു ഫ്രീഡം, പിന്നെ നമ്മളുടെ നാടും, പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന, ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അത്ര സേഫായിട്ട് ഒരു കൺട്രി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഏത് തരത്തിലുള്ള റിലീജിയനും റീജിയനും ആൾക്കാരെയും നമ്മൾ ഗസ്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ പോയ റേസിസം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരാളും ആ ഇഷ്യൂ ഫേസ് ചെയ്യില്ല. സോ അത് ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയും, ഇന്ത്യയുടെ അത്ര സേഫായിട്ട് ഒരു കൺട്രി ഉണ്ടാവില്ല. സോ ഞങ്ങൾ പോയാലും ഞാൻ എപ്പോഴും, ഇപ്പോൾ വയനാട് ഞങ്ങളൊരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക എവിടെയാണ് സെറ്റിൽ ചെയ്യേണ്ടതെന്ന്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് നേച്ചറും ഒരു ഹിൽ സ്റ്റേഷൻ മാതിരിയുള്ള ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യണം. വയനാട്ടിൽ ഞാൻ പറയുമായിരുന്നു എന്ത് രസമായി സ്ഥലം, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സെറ്റിൽ ആവാമെന്ന്. പ്രത്യേകിച്ച് തിരുനെല്ലിയൊക്കെ പോയപ്പോഴത്തേക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതെ അതെ, വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടല്ലോ, കുറേ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. ഇത്രയൊക്കെ വിജയം ഉള്ളപ്പോഴും നമുക്കൊരു മുന്നിലുള്ള ഒരു ത്രെട്ട് എന്താണ്? ത്രെട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ട് എൻ്റെ ലൈഫിൽ. അതായത് എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം. ആ ഒരു മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഫിറ്റ് ആയിരിക്കാൻ പറ്റുന്നത്. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നു, അതുപോലെ നല്ല ഭക്ഷണം കഴിക്കുന്നു, പിന്നെ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്നു. അപ്പോൾ അത് എന്നെ കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ മോൻ, അവരൊക്കെ ആ ഒരു റൂട്ടിലേക്ക് പോകും. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ഈ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യണം എന്നുള്ളത് പോയി കഴിഞ്ഞാൽ ഞാനൊരു വളരെ ലേസി ആയിട്ടുള്ള ഒരാളാവാം. പിന്നെ ഫുഡൊന്നും ശ്രദ്ധിക്കില്ല, ഫിറ്റ്നസ് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ളവർ ഡിപ്രസ്ഡ് ആവും. അവരുടെ മെൻറ്റാലിറ്റീനെ അത് എഫക്റ്റ് ചെയ്യും, അത് അവർ ചെയ്യുന്ന വർക്കിനെ എഫക്റ്റ് ചെയ്യും, അവരുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യും. സോ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ ത്രെറ്റ് ഇതാ, ഒരാൾ ആ മോട്ടിവേഷൻ ലൈഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ഒരു സ്റ്റെപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രേഷ്മയെ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതെ, അത് വേണം, വളരെ ഇമ്പോർട്ടൻ്റ്. അത് ഏതൊരു മനുഷ്യനും വേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു മെസ്സേജാണ് ശ്രേഷ്മ പറഞ്ഞത്. നമ്മളെ തന്നെയാണ് ശരിക്കും മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ ആ ഒരു മോട്ടിവേഷൻ കൊണ്ടായിരിക്കും ഇങ്ങനെ ശ്രേഷ്മ ഒരു ഉയരങ്ങളിലൊക്കെ കീഴടങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ടാവുക. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്?
ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും വരില്ല. വളരെ റെയറായിട്ട്. ഇപ്പോൾ എനിക്ക് എവറസ്റ്റ് കയറാൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2022 എൻ്റെ ഒരു മെൻറ്റർ ഉണ്ട്. പുള്ളി എന്നോട് ചോദിച്ചപ്പോൾ ഒന്നും ആലോചിക്കാതെ ഞാൻ യെസ് പറഞ്ഞു. കാരണം കയറുമോ കയറില്ല എന്നൊന്നുമില്ല, ചിലപ്പോൾ കയറിയേക്കാം. ഞാൻ അതിലാണ് ഫോക്കസ് ചെയ്തത്, കയറില്ല എന്നുള്ളതിൽ ഞാൻ ഫോക്കസ് ചെയ്തില്ല. അങ്ങനെയാണ് ഞാൻ ഈ വർഷം എവറസ്റ്റ് കയറിയത്. സോ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എങ്ങനെയാണെന്നും കൂടി നമ്മൾക്കറിയില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും. അത് നമുക്ക് തോന്നും നല്ലതാണോ ചീത്തയാണോ. അപ്പോൾ നല്ലതാണെന്ന് തോന്നുന്ന എന്ത് കാര്യവും ചെയ്യൂ. അത് ചിലപ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടാവാം, പക്ഷേ ജീവിതത്തിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവണം. എല്ലാം സക്സസ്ഫുൾ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ സ്ത്രീകളോടും പറയാനുള്ളത് അതാണ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിന്നില്ലെങ്കിൽ വേറെ ആരും നിൽക്കില്ല. അതിപ്പോൾ നിങ്ങളോട് എത്ര ഇഷ്ടമുള്ളവരാണെങ്കിലും നമ്മൾക്ക് വേണ്ടി നമ്മൾ എണീച്ചുന്നില്ലെങ്കിൽ ഈ ലോകത്ത് വേറെ ആരും നിൽക്കില്ല. തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജാണ് അവർ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നൽകിയത്. നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷമാണ്. കാരണം ഇത്രയും വലിയൊരു വിജയം കൈയടക്കിയ ആൾ വയനാട് വിഷൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയും നമ്മളുമായിട്ട് കുറച്ച് സമയം അവരുടെ ജീവിതാനുഭവങ്ങളും യാത്രാനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടുതൽ കൊടുമുടികൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും മോട്ടിവേറ്റ് ചെയ്യുക, സ്വയം മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെ വിജയം കൈവരിക്കുക. നമുക്കും അങ്ങനെ സാധ്യമാകട്ടെ എന്ന് പ്രേക്ഷകരോടും കൂടി ആശംസിക്കുകയാണ്. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.